അജ്മലും കുഞ്ഞുപെങ്ങളും. അധ്യായം 3. അജ്മലിന്റെ സാമർഥ്യം. മുറ്റത്തെ കോഴിവാലൻ ചെടിയും ചെട്ടിപ്പൂവും നോക്കിക്കൊണ്ട് വരാന്തയിൽ ഇരിക്കുകയായിരുന്നു അജ്മൽ. ഉമ്മ അവന്റെ അടുത്തേക്ക് വന്നു. ഉമ്മയുടെ മുഖം കണ്ടപ്പോൾ അത്ഭുതം തോന്നി. രോഗം മാറിയ മട്ടുണ്ട്. ഉമ്മാക്ക് അസുഖം കുറവുണ്ടോ? നല്ല കുറവുണ്ട് മോനെ. രാവിലെ ഒരു ഗുളിക കഴിച്ചിരുന്നു. അതിന്റെ മീതെയല്ലേ നിങ്ങളുടെ ജാബർ മാഷിന്റെ വെള്ളയപ്പവും കറിയും? അൽഹംദുലില്ലാ, വളരെ ആശ്വാസമുണ്ടിപ്പോൾ. അജ്മലിന് സന്തോഷമായി. ഉമ്മ അവന്റെ കയ്യിൽ 5 രൂപ കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇതിന് മത്തി വാങ്ങിവാ. ചോറ് വെക്കാൻ അരിയില്ല, കറിക്കുള്ള സാധനങ്ങളുമില്ല. കുറച്ച് കുറിയരിയുണ്ട്. കഞ്ഞിയും മത്തി പൊരിച്ചതും കൊണ്ട് ഒപ്പിക്കാം. അജ്മൽ മീൻ വാങ്ങാൻ അങ്ങാടിയിലേക്ക് പോയി. കടയിൽ ചെന്ന് 5 റുപ്പികയ്ക്ക് മീൻ ചോദിച്ചപ്പോൾ മീൻകാരന്റെ മറുപടി 10 രൂപയിൽ കുറച്ച് മീൻ കിട്ടില്ലെന്നായിരുന്നു. അജ്മൽ ഒന്നും മിണ്ടാതെ അവിടെ തന്നെ നിന്നു. പലരും 20 റുപ്പികയ്ക്കും 30 റുപ്പികയ്ക്കും മത്തിയും മൈലയും വാങ്ങുന്നത് അവൻ നോക്കി നിന്നു. ഒരാൾ കാറിൽ വന്ന് ഒരു ആഗോലി തൂക്കിച്ച് കഷ്ണം വെട്ടിച്ചു. എത്രയാ പൈസ? 350. പറഞ്ഞ സംഖ്യ യാതൊരു മടിയുമില്ലാതെ കൊടുത്ത് അയാൾ കാറോടിച്ചു പോയി. അജ്മൽ ഓർത്തു, ആ മനുഷ്യന്റെ ഒരു നേരത്തെ മീനിന്റെ സംഖ്യ കൊണ്ട് തന്റെ കുടുംബത്തിന് 10 ദിവസം ഭക്ഷണം കഴിക്കാം. പൊരിച്ച ആഗോലി നല്ല രസമാണ്. ഉപ്പ മരിക്കുന്നതിന്റെ 6 മാസം മുമ്പ് ഒരു ചെറിയ ആഗോലി കൊണ്ടുവന്നിരുന്നു. അത് പൊരിച്ചതും കൂട്ടി ഉമ്മയുടെയും ഉപ്പയുടെയും നടുവിലിരുന്ന് താനും സെൽവയും ചോറു തിന്ന രംഗം ഓർത്തുപോയി. ഇനി എന്നാണ് വീട്ടിൽ ആഗോലി പൊരിക്കുക? സെൽവയ്ക്ക് ആഗോലി ഇഷ്ടമാണ്. അവൾ സംരക്ഷിക്കേണ്ട ആങ്ങളെയാണ് താൻ. ആഗോലിയെക്കുറിച്ച് ഇപ്പോൾ ആലോചിച്ചിട്ട് എന്ത് കാര്യം? 5 രൂപ കയ്യിലുണ്ടായിട്ടും മത്തി കിട്ടാതെ വിഷമിക്കുകയാണല്ലോ. പെട്ടെന്ന് കഴിഞ്ഞ മാസം കേട്ട ഒരു ഖുത്ബയിൽ ആശയം ഓർമ്മ വന്നു. അല്ലാഹുവാണ് ഭക്ഷണം വിശാലമാക്കി കൊടുക്കുന്നവനും ചുരുക്കുന്നവനും. ഇന്നലെ വരെ ധനികനായവൻ ഇന്ന് ധനികനല്ലാതായെന്നു വരും. ധനം നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും രോഗം കാരണം നല്ല ഭക്ഷണമെല്ലാം മുടങ്ങും. ചിലർക്ക് പ്രഷറും ഷുഗറും ഒപ്പം വന്നാൽ പൊരിച്ച മീനും ബിരിയാണിയും ഒന്നും തിന്നാൻ പറ്റില്ല. ഇന്ന് പണമില്ലാതെ ബുദ്ധിമുട്ടുന്ന തന്റെ കുടുംബത്തിന്റെ സ്ഥിതി നാളെ അല്ലാഹു മെച്ചപ്പെടുത്തിയെന്നു വരാം. അല്ലാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണല്ലോ. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കെയാണ് കൂട്ടുകാരനായ ഹാഷിം മീൻ വാങ്ങാൻ വന്നത്. അവൻ 10 രൂപക്ക് മീൻ ആവശ്യപ്പെട്ടപ്പോൾ അജ്മൽ പറഞ്ഞു, 15 റുപ്യക്ക് വാങ്ങിക്കോ, 5 റുപ്യ ഞാൻ തരാം. അതെന്തിനാ? അതൊക്കെ പിന്നെ പറയാം. തൽക്കാലം 15 റുപ്യക്ക് മീൻ വാങ്ങ്. അജ്മൽ 5 രൂപ ഹാഷിമിന് കൊടുത്തു. ഹാഷിമിന്റെ മീൻ കീസ് വാങ്ങി അവൻ എണ്ണി നോക്കി. 18 മത്തിയുണ്ട്. ശേഷം മീൻകാരനോട് പറഞ്ഞു, കാക്ക, ഇതിൽ നിന്ന് 6 മത്തിയെടുത്ത് ഒരു കടലാസിൽ പൊതിഞ്ഞു തരൂ. മീൻ പൊതിഞ്ഞുകൊടുത്തപ്പോൾ മീൻകാരൻ ചെറുതായൊന്നു ചിരിച്ചു. നീ ആള് സമർത്ഥനാണല്ലോ. കുറച്ച് സാമർത്ഥ്യമില്ലാതെ നിങ്ങളിടയിൽ ജീവിക്കാൻ കഴിയോ കാക്ക? അജ്മൽ മീനുമായി വീട്ടിലേക്ക് നടന്നു. വഴിയിൽ വെച്ച് ഫരീദിനെയും പരിചയമില്ലാത്ത 4-5 വലിയ കുട്ടികളെയും കണ്ടു. ഫരീദിനോട് എവിടെ പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ 2 കിലോമീറ്റർ അകലെയുള്ള പറങ്കിമാവിൻ തോട്ടത്തിൽ അണ്ടി പെറുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഉച്ചവരെ അണ്ടി പെറുക്കിയാൽ ഭക്ഷണവും കൂലിയും കിട്ടും. ഫരീദേ, കുറച്ച് കാത്തു നിൽക്കുവോ? ഞാനും ഉണ്ട് അണ്ടി പെറുക്കാൻ. മീൻ വീട്ടിൽ കൊടുത്തിട്ട് ഉടനെ ഓടി വരാം. അവൻ സമ്മതിച്ചു. അജ്മൽ ഓടി വീട്ടിലെത്തി. അവന്റെ കിതപ്പ് കണ്ട് ഉമ്മ പരിഭ്രമത്തോടെ ചോദിച്ചു, എന്തു പറ്റി മോനു? ഒന്നുമില്ലമ്മ, എനിക്ക് ഫരീദിനെ ഒന്ന് കാണാനുണ്ട്. കുറച്ചു വൈകും, പേടിക്കണ്ടട്ടോ. ഉമ്മയുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അജ്മൽ ഓടി. ഫരീദും കൂട്ടുകാരും റോഡരികിൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവരോടൊപ്പം കശുമാവിൻ തോട്ടത്തിലേക്ക് നടക്കുമ്പോൾ അജ്മലിന്റെ മനസ്സിൽ പ്രതീക്ഷയുടെ പൂവുകൾ വിരിഞ്ഞു. അരമണിക്കൂറിലധികമെടുത്തു തോട്ടത്തിലെത്താൻ. തോട്ടമുടമ അജ്മലിനെ കണ്ടപ്പോൾ ഫരീദിനോട് പറഞ്ഞു, ഇന്നൊരു പുതിയ ആളും കൂടിയുണ്ടല്ലോ. നന്നായി. ഓരോരുത്തരും ഇരിയുന്ന അണ്ടി വേറെ വേറെ വെക്കുക. അതിന്റെ അളവ് നോക്കിയിട്ടാ കൂലി തരിക. അജ്മൽ ചുറ്റും നോക്കി. എന്തൊരു രസമുള്ള അണ്ടിത്തോട്ടം. ഓരോ മരത്തിനും നിലത്തുനിന്നും തൊടാൻ പാകത്തിലുള്ള അനേകം കൊമ്പുകൾ. ചിലതിലെ പഴത്തിന് റോസ് കളർ, അധികവും മഞ്ഞ. എല്ലാറ്റിൻ്റെയും ചുവട്ടിൽ കശുമാങ്ങ വീണ് കിടപ്പുണ്ട്. കൊമ്പുകളിൽ കയറിയിരിക്കാം. മുകളിലേക്ക് പേടിയില്ലാതെ കയറിപ്പോകാം.
കൂട്ടുകാർ അണ്ടിയുരിയുന്നത് എങ്ങനെയാണെന്ന് അവൻ നോക്കി മനസ്സിലാക്കി. അവൻ മറ്റുള്ളവരെ പോലെ വേഗത്തിൽ അണ്ടിയിരിഞ്ഞ് കൂട്ടാൻ തുടങ്ങി. ദാഹം തോന്നുമ്പോൾ മരത്തിൽ നിന്ന് പറങ്കിമാങ്ങ പറിച്ചു തിന്ന് ദാഹം തീർത്തുകൊണ്ടിരുന്നു. അജ്മൽ 1 മണി കഴിഞ്ഞിട്ടും വരുന്നത് കാണാഞ്ഞപ്പോൾ സെൽവ ചോദിച്ചു, എവിടെയാണുമ്മ ഇക്കാക്ക പോയത്? എന്താ ഇനിയും വരാത്തത്? മകളുടെ ചോദ്യം കേട്ട് ഉമ്മക്കും പേടിയായി. എന്താണ് അവനിത്ര വൈകാൻ? പടച്ചോനെ, എൻ്റെ മോനൊരു അപകടവും വരുത്തല്ലേ. കഞ്ഞിയും മീനും തയ്യാറാക്കി സെൽവയും ഉമ്മയും കാത്തിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ സെൽവ പറഞ്ഞു, ഉമ്മ, നമ്മൾ നിസ്കരിക്കുക, അപ്പോഴേക്കും ഇക്കാക്ക വരും. അവർ വുളു ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അജ്മൽ മുറ്റത്തെത്തി. സെൽവയാണ് ആദ്യം കണ്ടത്. ഉമ്മാ, ഇക്കാക്ക വന്നു, ഇക്കാക്ക വന്നു. അജ്മൽ വിയർപ്പിൽ കുളിച്ചിട്ടുണ്ട്. എങ്കിലും മുഖത്ത് സന്തോഷം പ്രകടമാണെന്ന് ഉമ്മ മനസ്സിലാക്കി. നിസ്കരിച്ചിട്ട് മതിയോ കഞ്ഞി? മതി, ഞാനും വരാൻ നിസ്കരിക്കാൻ. അജ്മൽ വുളു ചെയ്തു വന്നു. അവൻ ഇമാമായി നമസ്കാരം നിർവഹിച്ചു. നിങ്ങൾക്ക് രണ്ടാക്കും വിശക്കുന്നുണ്ടാവും, നിങ്ങൾ കഴിച്ചോളി, ഞാൻ ചോറ് തിന്നു വരിക, അജ്മൽ പറഞ്ഞു. അതും പറഞ്ഞ് അവൻ കീശയിൽ നിന്നും 50 രൂപയുടെ നോട്ടെടുത്ത് ഉമ്മയുടെ നേരെ നീട്ടി. ഇത് ഞാൻ കശുവണ്ടി പെറുക്കിയതിൻ്റെ കൂലിയായി അബ്ദുട്ടിക്ക് തന്നതാ ഉമ്മ. ഉച്ചക്ക് നല്ല ഊണും തന്നു. ഭക്ഷണത്തിൽ വെച്ച് ഏറ്റവും ഉത്തമം ജോലിയെടുത്ത് നേടുന്ന ഭക്ഷണമാണെന്ന് ഖുതുബയിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ഉമ്മ അജ്മലിൻ്റെ തലയും പുറവും സ്നേഹത്തോടെ തടവി. മോൻ കുറച്ചുറങ്ങിക്കോ, ജോലിയെടുത്ത് ക്ഷീണിച്ചതല്ലേ, ഞങ്ങൾ കഞ്ഞി കഴിക്കട്ടെ. ഉമ്മയും സെൽവയും അടുക്കളയിലേക്ക് പോയപ്പോൾ അജ്മൽ കട്ടിലിൽ കയറി കണ്ണടച്ചു കിടന്നു. മാഷാ അല്ലാ, നിങ്ങൾ ഇതുവരെ കേട്ടത് കഥ പറയാം, അജ്മലും കുഞ്ഞുപെങ്ങളും ഭാഗം 3. പ്രശസ്ത സാഹിത്യകാരൻ EKM പന്നൂരിൻ്റെ സൃഷ്ടിക്ക് അബ്ദുസ്സലാം വീട്ടി ശബ്ദം നൽകിയത്.